സ്ത്രീകൾക്ക് കൂടുതൽ രതിമൂർച്ച ലഭിക്കുന്ന ശരീരഭാഗം ഏതാണ്? പല പുരുഷന്മാരും നിരന്തരം എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തി എന്നോട് ചോദിച്ചത്, ചേട്ടാ, സ്ത്രീകൾക്ക് സെർവിക്കൽ ഓർഗാസം ലഭിക്കാൻ ലിംഗത്തിന് എത്ര നീളം വേണം എന്നായിരുന്നു. ഈ സെർവിക്സ് എന്ന് പറയുന്നതാണ് മലയാളത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭാശയമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗർഭാശയമുഖത്തെ ഉത്തേജിപ്പിച്ച് ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ വേണ്ട ലിംഗവലുപ്പത്തെ പറ്റിയായിരുന്നു ചോദ്യം. അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു സെക്സ് ഗവേഷകയും പ്രൊഫസറുമായ ബെവർലി വിപ്പിൾ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ച ഒരു ലേഖനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വ്യക്തി എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. ഈ ബെവർലി വിപ്പിൾ എന്ന് വിളിക്കുന്ന സെക്സ് ഗവേഷകയായിരുന്നു 80കളിൽ അമേരിക്കയിൽ ജി സ്പോട്ടിനെ പറ്റി ഒരു പുസ്തകം എഴുതുകയും അത് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഇടയിലും ഡോക്ടർമാരുടെ ഇടയിലും ഒക്കെ ജി സ്പോട്ട് ഒരു സ്പോട്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയ്ക്ക് വഴിതെളിക്കുകയും ഒക്കെ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സ്പോട്ടല്ല എന്നും അതൊരു സ്ത്രീയുടെ ക്രിസരിയും യോനിയും മൂത്രനാളിയും ഒക്കെ ഒത്തുചേരുന്ന ഒരു പ്രദേശമാണെന്നുമൊക്കെ. ഈ ജി സ്പോട്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പം ഈ ജി സ്പോട്ട് അല്ലെങ്കിൽ ജി സോൺ എന്ന് വിളിക്കുന്ന പ്രദേശം പോലെ തന്നെ ഉത്തേജിപ്പിച്ചാൽ രതിമൂർച്ചയിൽ എത്തപ്പെടും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് സ്ത്രീയുടെ യോനിക്കുള്ളിലെ സെർവിക്സ്, അതായത് ഗർഭാശയമുഖവും. അപ്പം ഈ ഗർഭാശയമുഖം ഉത്തേജിപ്പിക്കാൻ വേണ്ട ലിംഗത്തിന്റെ നീളത്തെ പറ്റിയായിരുന്നു ചോദ്യം. ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് കാനഡയിലെ മൗണ്ട് എലിസൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറും യൂണിവേഴ്സിറ്റിയുടെ സെക്സ് റിസർച്ച് ലാബിന് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായ ഡോക്ടർ ലീസ ഡോൺ. ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഉൾപ്പെടെയുള്ള എക്സ്പേർട്ടുകൾ ലൈംഗികതയെപ്പറ്റി ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥയെപ്പറ്റി ഗവേഷണം ചെയ്യുകയും ആ കണ്ടെത്തലുകൾ അവരുടെ പോഡ്കാസ്റ്റായ ഡു വി നോ തിങ്സിലൂടെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിൽ വരുന്ന ഒരു ചിത്രം ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ്. നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാരുടെയും സെക്സോളജിസ്റ്റുകളുടെയും ഒക്കെ കാഴ്ചപ്പാടും ഇന്നും ഇത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ലൈംഗിക പ്രവൃത്തിയിലൂടെ വളരെ കുറച്ച് സ്ത്രീകൾക്ക് മാത്രമേ ഒരു രതിമൂർച്ചയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുന്ന അവരുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം യോനിക്ക് ഉള്ളിലല്ല സ്ഥിതി ചെയ്യുന്നത്, യോനിക്ക് പുറത്താണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ സെക്സ് എന്ന് പറയുമ്പോൾ ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രം ചിന്തിക്കുന്നത്? കാരണം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള പുരുഷ മേധാവിത്വ സമൂഹങ്ങളിൽ സെക്സ് എന്ന് പറയുന്നത് സന്താനോൽപാദനത്തിന് വേണ്ടിയും പുരുഷന്റെ ലൈംഗിക ആനന്ദത്തിന് വേണ്ടിയും ഒക്കെയാണ് എന്നാണ് ചെറുപ്പം മുതൽ തന്നെ കൾച്ചറിന്റെ ഭാഗമായിട്ടും മതവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടും സമൂഹത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൽ പല പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ട് വെറും 30 കൊല്ലത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം ലൈംഗികതയിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികതയിൽ ഉണ്ടായ പുതിയ ഗവേഷണങ്ങൾ തന്നെയാണ്. സ്ത്രീകളുടെ ക്രിസരിയെ പറ്റി ആദ്യമായിട്ടൊരു സമ്പൂർണ്ണ പഠനം പോലും നടത്തുന്നത് 2005 മാത്രമാണ്. ഹെലൻ ഓക്കോണൽ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ യൂറോളജിസ്റ്റ് ആയിരുന്നു അത് ചെയ്തത്. അപ്പം ഇന്ന് നമുക്ക് ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഒട്ടുമിക്ക സ്ത്രീകളെയും, അതായത് ഏകദേശം 85% സ്ത്രീകളെയും രതിമൂർച്ചയിൽ എത്തിക്കുന്ന അവയവം അവരുടെ യോനിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസരിയാണ് എന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ബെവർലി വിപ്പിളിനെ പോലെ 80കളിലെ ഗവേഷകർ പറയുന്ന കാര്യങ്ങൾ കാലഹരണപ്പെട്ടതും അവർ കൾച്ചറിൻ്റെയും മതവിശ്വാസത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ചെറുപ്പത്തിലേ കേട്ട കഥകളുമൊക്കെയാണ്. കാരണം നമ്മളെല്ലാവരുടെയും ലൈംഗികതയിലുള്ള കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നത് നമ്മൾ ലൈംഗികതയെപ്പറ്റി ചെറുപ്പം മുതൽ തന്നെ കേട്ട് വളർന്ന കഥകളാണ്. അതുകൊണ്ടാണ് ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന ഡോക്ടർമാരും എക്സ്പേർട്സുകളും ഒക്കെ ഈ ലൈംഗികതയിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങളെപ്പറ്റി നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത്. ലൈംഗികതയിൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന കെട്ടുകഥകൾക്ക് പിന്നിൽ അത് ജി സ്പോട്ടോ സെർവിക്സോ അതുമല്ലെങ്കിൽ യോനിക്കുള്ളിലെ വേറെന്തെങ്കിലും ഭാഗമോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ഇവ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ സെക്സിൽ ഗവേഷണം ചെയ്യുന്ന എക്സ്പേർട്സുകൾക്കും ഒരു പങ്കുണ്ട്. കാരണം അവരും സമൂഹത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. അപ്പം കുഞ്ഞുനാളിലെ ഒരു ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രായമായതിനു ശേഷം നമ്മൾ ലൈംഗികതയിൽ ഗവേഷണം ചെയ്യുന്നത് പോലും ആ കേട്ട് വളർന്ന കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലാവും. കാരണം ആ കഥകൾ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി ഉറച്ചു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിലെ ഡോക്ടർമാർ വൈദ്യശാസ്ത്രം പഠിച്ചതിന് ശേഷം സയൻസിന് പകരം സദാചാരം തള്ളുന്നത്. കാരണം ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും ഇന്ത്യൻ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ പോലെ തന്നെ ഡോക്ടർമാരുടെയും ലൈംഗികതയിലുള്ള കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നത് കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കെട്ടുകഥകളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരൊരു ഡോക്ടറിനെ വിലയിരുത്തുന്നത് MBBSൻ്റെയും MDയുടെയും ഒക്കെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ ഡിഗ്രിയുടെ ഭാഗമായിട്ട് അവർ ലൈംഗികതയെ പറ്റി ഒന്നും തന്നെ പഠിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല.
അപ്പം ഈ ഒരു തിരിച്ചറിവ് സ്വന്തം ജീവിതത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെ ഡോക്ടർമാരെ ഒന്നും ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും ഒട്ടുമിക്ക പുരുഷ മേധാവിത്വ സമൂഹങ്ങളിലും നൽകുവാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ് പല പുരുഷന്മാരും ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ലിംഗം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിലെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. കാരണം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണോ ഒരു പുരുഷന് വർക്കാവുന്നത് അത് തന്നെയാണ് ഒരു സ്ത്രീക്കും വേണ്ടത് എന്നാണ്. ശരിയാണ്, ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇത് സത്യമാണ്. എന്നാൽ ബഹുഭൂരിഭാഗം സ്ത്രീകൾക്കും അങ്ങനെയല്ല. അപ്പം സ്ത്രീകളുടെ യോനിക്കുള്ളിലെ സെർവിക്സിലൂടെ രതിമൂർച്ചയിലെത്തുവാൻ വേണ്ട ലിംഗത്തിൻ്റെ നീളം എത്രയാണ് എന്ന് ചോദിക്കുന്ന വ്യക്തിയുടെ ചോദ്യത്തിന് പിന്നിലും ഈ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഈ സെർവിക്കൽ ഓർഗാസത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നവർ സാധാരണഗതിയിൽ സ്പൈനൽ കോഡിന് ക്ഷതമേറ്റ വ്യക്തികളാണ്. ഈ സ്പൈനൽ കോഡ് എന്ന് വിളിക്കുന്ന പ്രദേശമാണ് മലയാളത്തിൽ മേരുദണ്ഡം എന്ന് പറയുന്ന ഭാഗം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ സ്പൈനൽ കോഡാണ് രതിമൂർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഈ സ്പൈനൽ കോഡിന് പ്രശ്നമുള്ള സ്ത്രീകൾക്ക് ക്രിസരിയിലൂടെ ഒരു രതിമൂർച്ചയിൽ എത്തുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് സെർവിക്സിലൂടെ ഒരു രതിമൂർച്ചയിൽ എത്തുവാൻ സാധിക്കും. കാരണം സെർവിക്സിലൂടെ രതിമൂർച്ചയിൽ എത്തുന്ന മാർഗം എന്ന് പറയുന്നത് വേറെയാണ്. അതിന് ഇംഗ്ലീഷിൽ വേഗൽ പാത്വേ എന്നാണ് പറയുന്നത്. ഈ സെർവിക്സിലൂടെയുള്ള രതിമൂർച്ച സാധാരണഗതിയിൽ സ്പൈനൽ കോഡിന് ക്ഷതമുള്ള സ്ത്രീകളിലാണ് കണ്ടുവരാറുള്ളത്. ഈ ക്ഷതം ഇല്ലാത്ത സ്ത്രീകളിൽ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഒന്നും തന്നെയില്ല. അതിൻ്റെ അർത്ഥം ഈ ഗർഭാശയ മുഖത്തിൻ്റെ ഉത്തേജനത്തിലൂടെ രതിമൂർച്ചയിലെത്തുവാൻ വേണ്ട ലിംഗത്തിൻ്റെ നീളം എത്രയാണ് എന്ന് പറയുവാൻ സാധിക്കത്തില്ല എന്നാണോ? ഒരു സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനം സംഭവിക്കുമ്പോൾ അവരുടെ യോനിയും ഗർഭപാത്രവും ഗർഭാശയ മുഖവും ഒക്കെ നീളും. അതായത് ഒരു ലൈംഗിക ഉത്തേജനം സംഭവിക്കാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ഗർഭാശയ മുഖത്ത് സ്പർശിക്കുവാൻ ഉദാഹരണത്തിൽ 3 ഇഞ്ച് മാത്രം നീളമുള്ള ഒരു ലിംഗം മതിയെങ്കിൽ ഒരു സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനം സംഭവിച്ചതിന് ശേഷം ഗർഭാശയ മുഖത്ത് സ്പർശിക്കുവാൻ ഉദാഹരണത്തിൽ ഒരു 6 ഇഞ്ചെങ്കിലും വേണ്ടി വരും. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വളരെയധികം സ്ത്രീകൾക്കും അവരുടെ ഗർഭാശയ മുഖം സ്പർശിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ള സത്യമാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for Vivox. Just sex, no shame.